തിരുവേഗപ്പുറ പാലത്തിലെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ തിരുവേഗപ്പുറയിലും കൊടുമുടിയിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. തിരുവേഗപ്പുറ പാലത്തിൽ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ തിരുവേഗപ്പുറയിലും കൊടുമുടിയിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ശനിയാഴ്ച അർദ്ധരാത്രി മുതലാണ് പാലത്തിൽ വലിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പട്ടാമ്പി ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ബസ് യാത്രക്കാർ തിരുവേഗപ്പുറ അമ്പലവട്ടത്തിറങ്ങി പാലത്തിലൂടെ നടന്ന് കൊടുമുടിയിലെത്തിയാണ് യാത്ര തുടരുന്നത്. പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതോടെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കൊപ്പം വളാഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിലാണ് പാലത്തിന്റെ ഇരുവശങ്ങളിലും ഗതാഗതം നിയന്ത്രിക്കുന്നത്. പട്ടാമ്പിയിൽ നിന്നുള്ള ബസ്സുകൾ തിരുവേഗപ്പുറ അമ്പലവട്ടം വരെയാണ് സർവീസ് നടത്തുന്നത്. വളാഞ്ചേരിയിൽ നിന്നുള്ള ബസ്സുകൾ പാലത്തിന് മറുവശത്തെ കൊടുമുടിയിലെ ഓഡിറ്റോറിയത്തിന് സമീപം വരെയും സർവീസ് നടത്തുന്നു. ചെറുവാഹനങ്ങൾ പാലത്തിലൂടെ കടത്തിവിടുമ്പോൾ കാൽനടയാത്രക്കാർക്കായി പാലത്തിൽ സുരക്ഷയൊരുക്കണമെന്നാണ് ആവശ്യം. നടപ്പാത ഇല്ലാത്ത പാലത്തിൽ ചെറുവാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ഇതിന് വശം ചേർന്നാണ് കാൽനടയാത്രക്കാർ കടന്നുപോകുന്നത്. ഇത് അപകട സാധ്യതയ്ക്കും ഇടവരുത്തുമെന്നാണ് ആശങ്ക. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ വലിയ ഭീതിയോടെയാണ് പാലത്തിലൂടെ കടന്നുപോകുന്നത്. കാൽനടയാത്രക്കാർക്ക് സുരക്ഷയൊരുക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും ഞായറാഴ്ച കാര്യമായ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്നാണ് ആക്ഷേപം. തകർന്ന പാലത്തിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും തീരുമാനമായിട്ടില്ല. വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷമേ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പാലം പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാൻ സമയമെടുക്കുമെന്നത് തന്നെയാണ് അധികൃതർ നൽകുന്ന സൂചന. ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്.